എനിക്കിപ്പോ കല്യാണം കഴിക്കണം. മൂഡ് സ്വിങ്സ് തുടങ്ങിയ ഇപ്പം കല്യാണം കഴിക്കണമെന്ന് പറയും, 5 മിനിറ്റ് കഴിയുമ്പോ ഡൈവേഴ്സ് ചെയ്യണമെന്ന് പറയും. ഇപ്പൊ വെയിലത്താണോ ഐസ്ക്രീം മേടിക്കുന്നേ? തണുപ്പ് പോകത്തില്ലേ? വരാൻ പറ്റുമോ? എനിക്ക് ശബ്ദം കേട്ടൂടാ. ട്രാഫിക് പോലീസിനെ പോയി അടിക്കാൻ പറ്റുമോ? ട്രാഫിക് പോലീസ് മനസ്സിലായി, ബെഞ്ചിനടിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടല്ലേ എന്നെ അടിച്ച. ഒരു മിനിറ്റ് ഒന്ന് മാറിക്ക. നിന്നെ ചവിട്ടാൻ പറ്റത്തില്ലല്ലോ. എടാ പന്നപ്പട്ടി, ഞാൻ അടിച്ചു പൊട്ടിക്കുന്നു. എനിക്ക് പിന്നെ നിന്നെ ചീത്ത ഓടിക്കാൻ പറ്റൂ? സോഹ, നീ സമയത്ത് ആഹാരം കഴിക്കണേ സോഹ. എനിക്ക് നീയല്ലേ ഉള്ളു സോഹ. സോഹ അയ്യോ, ഹർഭജൻ സിംഗിനെ പാത്രക്ക്, ഹണി സിംഗിനെ പാത്രക്ക്, മൂഡ് സിംഗിനെ ഇപ്പൊ താണ്ടി പാക്കറ. സോറി സോഹ, എന്റെ മൂഡ് സിങ്സ് ആയോണ്ടല്ലേ. ഞാൻ പാവല്ലേ? പാവാ. അതെന്താ പറയാത്ത പാട്? പാവാണ്. ഞാൻ പാവല്ലേ? ഞാൻ പാവല്ലേ? പോടാ. അളിയ, അവളെ എടുത്തിട്ട് പെരുക്കിക്കോ. ലോകത്ത് മൂഡ് സിംഗ് ബാധിക്കാത്ത ഒരേ ഒരാളെ ഉള്ളു, ബ്രദർ. ഇവന്റെ കല്യാണം മുടക്കിയെന്ന് അവൻ വല്ല സത്യം വിളിച്ചു പറഞ്ഞ. ഈ ഏരിയയില് ഇത്രയും വൃത്തിയായിട്ട കൂട്ടുകാർ എനിക്കാന്ന് പറഞ്ഞാലിയ എന്തുവാ അതിന്റെ പ്രശ്നം? അളിയ, നമ്മൾ ആദ്യമായിട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്യട്ടെ. അത് ഞാൻ ക്യാൻസൽ ചെയ്തിട്ട് റൂമിൽ പോയി കിടന്നുറങ്ങിയപ്പോൾ സുഖം കിട്ടി. അന്ന് മുതൽ എനിക്ക് എന്ത് കേട്ടാലും ക്യാൻസൽ ചെയ്യാൻ തോന്നില്ല. പിരിവിരിക്കൂളി എനിക്ക്. അളിയ, ഇവന് മാനസികോലെ ഈ ചകന്. ഇവനുമായിട്ട് ഞാൻ ATM പൈസ എടുക്കാൻ പോയി. 3 ട്രിപ്പ് ഞാൻ പൈസ എടുക്കാൻ നോക്കി. 3 ട്രിപ്പ് ഇവൻ ക്യാൻസൽ ഞെക്കി കളഞ്ഞില്ല. ക്യാൻസൽ. അവസാനം ഞാൻ പൈസ എടുക്കാൻ വേണ്ടി ഇവനെ പുറത്താക്കാൻ നോക്കിയപ്പോഴത്തേക്ക് ഇവൻ ക്യാൻസലിന്റെ ബട്ടൺ ഇളകി കൊണ്ടുപോയി. എന്റെ കാമുകയെ ട്രെയിൻ പിടിച്ച് വരുന്നു. ബൈക്കാ റൂം അങ്ങനെ എടുക്കണം അളിയ. അതൊന്ന് ക്യാൻസൽ ചെയ്യണം അളിയ. ചേട്ടാ ഓർഡർ ചെയ്ത ബിരിയാണി ഒന്ന് ക്യാൻസൽ ചെയ്യല്ലേ? ക്യാൻസൽ ചെയ്തോ? എന്തിനാടാ ക്യാൻസൽ ചെയ്യുന്നത്? ഈ ചേട്ടൻ തങ്കപ്പെട്ട ചേട്ടനാ. ഈ ചേട്ടൻ ഉള്ളതാണ് ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചു വന്നത്. ചേട്ടാ നാളെ ചിക്കൻ 65 ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്യണം. ചേട്ടാ ഇങ്ങനെ ക്യാൻസൽ ചെയ്ത ആർക്ക് എന്തോ സന്തോഷം കിട്ടും? അളിയ, ക്യാൻസൽ ചെയ്യുമ്പോൾ സന്തോഷം കിട്ടുന്ന ഒരൊറ്റ പണിയുള്ളൂ, കളക്ടർ കാരണം ആർക്ക് എന്തോ സന്തോഷം കിട്ടാൻ. ക്ലാസ് ക്യാൻസൽ ചെയ്യുമ്പോൾ പിള്ളേർക്ക് സന്തോഷം കിട്ടത്തില്ലേ? ബ്രോ, റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അപ്പോയിന്റ് ലെറ്റർ വന്നിട്ടുണ്ട്. സർക്കാർ ജോലി. എന്റെ അല്ല, അനിയന്റെ. കണ്ട, ഇത് ക്യാൻസൽ ചെയ്തപ്പോ നിങ്ങൾക്ക് ഒരു സുഖം കിട്ടിയില്ലേ? അതാണ് ജീവിതത്തിൽ ചില കാര്യങ്ങളെ ക്യാൻസൽ ചെയ്യണം. ഈ ഭൂമി കറങ്ങുന്ന ക്യാൻസൽ ചെയ്യാൻ പറ്റൂ? ക്യാൻസൽ അല്ല ചെയ്യണ്ടുള്ള, ഇവനെ ഭൂമിയിൽ നിന്ന് എക്സിറ്റ് അടിക്കണം. വണ്ടിയെ കുറിച്ച് A to Z കാര്യം നിനക്കറിയാവുന്നതല്ലേ നിന്നെ വണ്ടി എടുക്കാൻ കൊണ്ടുവന്ന്. നീ ആ ഓണടുത്ത് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കേ. എന്തൊക്കെയുണ്ട് വിശേഷം? ഓ സുഖം. വണ്ടിയെ കുറിച്ച് ചോദിക്കാൻ. ചേട്ടാ, ഈ പോർഷെ കരോക്കെ MB ഇറങ്ങാനുണ്ട്. ഓ കുഴപ്പമില്ലെന്ന് പറയുന്നു. ഈ വണ്ടിയെ കുറിച്ച് ചോദിക്കാൻ. ചേട്ടാ, ഈ വണ്ടി ആരെയാ? ഈ വണ്ടി എന്റെ വണ്ടി. ചേട്ടാ, ഈ വണ്ടിക്ക് 45 പേർ മൈലേജ് കിട്ടും. ഇറക്കത്താണെങ്കിൽ ഇറക്കം കിട്ടും. ഓഫ് ചെയ്തിട്ട് ഓടിച്ചാൽ മതി, കിട്ടും. പിന്നെ കേട്ടതാണെന്നുണ്ടെങ്കിൽ തള്ളി കയറ്റിയാൽ ഇപ്പൊ സ്ട്രേറ്റ് റോഡില്ല, അടിച്ചിട്ട് നിർത്തിയിട്ടിരുന്നാൽ മതി. പിന്നെയും മൈലേജ് വേണമെന്നുണ്ടെങ്കിൽ വീട്ടിലും കിട്ടുന്നാൽ മതി. പക്ഷെ അളിയെ ബ്രേക്ക് ഉണ്ടോ നോക്കി കളിയാ. ബ്രേക്ക് ഉണ്ടോ നോക്കണോ? ഇപ്പം ബ്രേക്ക് ഉണ്ടോ? ബ്രേക്ക് ഉണ്ട്. എയർ ബാഗ് ടെസ്റ്റ് ചെയ്യണോ? എഞ്ചിൻ ഓയിൽ ഒന്ന് മാറിയാ വണ്ടി സ്മൂത്ത്. വണ്ടിക്ക് നല്ല ഓയിലാണോ? പാരഷൂട്ട് കളിയാ വണ്ടിക്കാ? പിന്നെ പാരഷൂട്ട് എല്ലാത്തിനും നല്ലതാ. 3 വണ്ടിയുള്ള A to Z അറിയാവുന്നവനെ ഫിൽറ്റർ പറഞ്ഞാ. സിസർ ഫിൽറ്ററാ? നീ അങ്ങ് പറഞ്ഞേ. SI എഡിഷൻ 999 72 BHP 4 വാൽവ്സ്. 2021 മോഡൽ വണ്ടിക്ക് 2024 മോഡൽ ഫ്രണ്ട് ഗ്ലാസ് ഇടിച്ചിട്ടുണ്ടല്ലേ? ചെറിയൊരു തട്ട് സ്പോട്ടിലുണ്ട്. അത് എല്ലാം അറിയാല്ലേ. മോന്റെ ഏത് വണ്ടി ഇരിക്കുന്നേ? അയ്യോ, എനിക്ക് വണ്ടിയില്ലല്ലോ. വണ്ടി ഇല്ലാത്തവരാണല്ലോ പാതിരാത്രി ഗൂഗിളിൽ കയറിയിരുന്ന വണ്ടിയുടെ സ്പെക്സിങ് ഡീറ്റെയിൽസ് ഒക്കെ പഠിച്ചു വെക്കുന്നത്. എന്തെങ്കിലും ഒരു വണ്ടി എടുക്കുന്നുള്ള ആഗ്രഹത്തിൽ ഇതൊക്കെ. ശരിക്കും വണ്ടി ഇല്ലാത്തവന്മാരല്ലേ വണ്ടി ഭ്രാന്തന്മാര്? ഏട്ടാ, ഇവന് പ്രാന്തായിട്ടാ. വീട്ടിൽ 2 വണ്ടിയുണ്ട്. വണ്ടിയുടെ അരിമണി അറിയത്തില്ല. പൊളിഞ്ഞ് വണ്ടിക്ക് അരിമണി ഇല്ല. ചേട്ടി, വണ്ടിക്ക് എത്ര മൈലേജ് ഉണ്ട്? ചേട്ടി, വണ്ടി ഫുൾ ഓപ്ഷൻ ആണോ? പിന്നെ ബാക്കിലോട്ട് നോക്കുന്നു. ചേട്ടി, വണ്ടിക്ക് ലെഗ് സ്പേസ് ഇല്ലല്ലോ. ഇറങ്ങണ വണ്ടി.